അച്ഛന്മാരെ നൊമാഡിക്കിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഊട്ടിയിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഊട്ടിയിൽ വരേണ്ടത് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഊട്ടിയിൽ ഏതൊക്കെ സ്ഥലങ്ങൾ വൺ ഡേ കൊണ്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഓരോന്ന് വൈക്ക് പോയിട്ട് വിസിറ്റ് ചെയ്യാന്നുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോ കാണുന്നതിലേ കൂടി നിങ്ങൾ എല്ലാ ഡൗട്ടും കാര്യങ്ങളൊക്കെ മാറി വരുന്നതായിരിക്കും. അതായത് നിങ്ങൾ കേരളത്തിൽ നിന്നും നിങ്ങൾക്ക് രണ്ട് രീതിയിൽ വരാൻ പറ്റും. കണ്ണൂർ മലപ്പുറം ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിലും മാനന്തവാടി ചുരം കയറിയിട്ട് ഒന്നിക്കൽ ഗൂഡല്ലൂർ ചുരം കയറിയിട്ട് നേരെ നിങ്ങൾക്ക് ഊട്ടിയിൽ എത്താൻ പറ്റും. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ആദ്യം സുൽത്താൻ ബത്തേരി പിടിക്കുക. അവിടുന്ന് മുത്തങ്ങ വഴി ഗൂഡല്ലൂരിന് ഗുണ്ടൽപേട്ടിൽ നിന്ന് മസനഗുടി വഴി നിങ്ങൾക്ക് ഒന്നിക്ക് കല്ലട്ടി ചുരം വഴി വരിക. അല്ലാന്നുണ്ടെങ്കിൽ ഗൂഡല്ലൂർ വഴി കയറിയിട്ടും വരാം. ഇനി നിങ്ങൾ പാലക്കാട് ഭാഗത്തു നിന്നൊക്കെ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നേരെ നിലമ്പൂർ വഴി ഗൂഡല്ലൂർ പിടിച്ചിട്ട് അവിടുന്ന് നേരെ ഊട്ടി പിടിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഊട്ടിയിൽ ഏതൊക്കെ സ്ഥലങ്ങൾ വൈക്ക് വഴിയായിട്ട് കറങ്ങാന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം ഗൂഡല്ലൂർ ചുരം കയറുമ്പോൾ തന്നെ ഏകദേശം ടോപ്പിൽ എത്തുന്ന സമയത്ത് കുറച്ച് പൈൻ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ കാണും. അതിൻ്റെ റൈറ്റ് സൈഡ് തന്നെയായിട്ട് നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് ഉണ്ട്. ആ ഒരു നീഡിൽ റോക്ക് വ്യൂ പോയിന്റിൽ ഇറങ്ങുന്ന ആ ഒരു സൈഡിൽ തന്നെ ഇപ്പുറത്തെ സൈഡ് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഫ്രോഗ് ഹില്ലും കൂടി കാണാൻ പറ്റും. ആ ഒരു സ്ഥലത്ത് തന്നെ രണ്ട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടുന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് അടുത്ത സ്ഥലം കിട്ടുന്നത്, പായ്ക്കര ബോട്ട് ഹൗസ്. പോകുന്ന വഴിയിൽ റൈറ്റ് സൈഡ് ഒരു കാറ്റം കയറിയിട്ട് പോകുമ്പോൾ തന്നെ അവിടുന്ന് ഒരു എൻട്രൻസ് ഫീ ബൈക്കൊക്കെ ആണെങ്കിൽ 10 രൂപയും വലിയ വണ്ടിയെങ്കിൽ 20ഉം ടെമ്പോ ട്രാവലറൊക്കെ 40 രൂപ എടുത്തിട്ട് നിങ്ങൾക്ക് പായ്ക്കര ബോട്ട് ഹൗസിൽ പോകാൻ പറ്റും. പായ്ക്കര ബോട്ട് ഹൗസിൽ ബോട്ട് ഫീസും കാര്യങ്ങളൊക്കെ എത്ര വരുന്നതെന്നുള്ളത് ഞാൻ ഒരു വീഡിയോന്റെ സൈഡിൽ ഇടുന്നതായിരിക്കും. ആ ഒരു ബോട്ട് ഹൗസും കാര്യങ്ങളും ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ 2 കിലോമീറ്റർ മാറിയിട്ടാണ് അടുത്ത വ്യൂ പോയിന്റ് ഉള്ളത്. വ്യൂ പോയിന്റ് അല്ല, നല്ല അടിപൊളി പായ്ക്കര വാട്ടർഫാൾ. വെള്ളമുള്ള സമയത്താണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ പായ്ക്കര വാട്ടർഫാൾ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യുക. കുറച്ച് വാക്ക് ചെയ്യാനുള്ള ഇതുണ്ട്, ഒരു ഹൈക്കിംഗ് ഉണ്ടാവും. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഹൈക്ക് ചെയ്ത് തന്നെ നല്ല കിടിലം വാട്ടർഫാൾ കാണാൻ പറ്റും. അതും കൂടി കണ്ടതിന് ശേഷം കുറച്ചും കൂടി മുന്നോട്ട് ഒരു 7 കിലോമീറ്റർ പോകുമ്പോൾ ആണ് ലോക്ക്ഡൗൺ എന്ന് പറയുന്ന ഷൂട്ടിംഗ് പോയിന്റ് എത്തുന്നത്. 9th മൈൽ ഷൂട്ടിംഗ് പോയിന്റ് അത് കാണാം. ആ ഒരു വ്യൂ പോയിന്റും കണ്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 6th മൈൽ വ്യൂ പോയിന്റ് കാണാൻ പറ്റും. 4th മൈൽ ഓൺലി ക്യാഷ് മാത്രമേ ഉണ്ടാവും, ഗൂഗിൾ പേ വർക്ക് ആവില്ല. ബാക്കി പറഞ്ഞ 2-3 സ്ഥലങ്ങളിലും ഗൂഗിൾ പേ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. മുന്നത്തെ 1 വർഷം മുമ്പ് എടുത്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും ഗൂഗിൾ പേ വർക്കിംഗ് അല്ലാന്ന്. പക്ഷേങ്കിൽ ഇപ്പോൾ ഒട്ടുമിക്ക പെട്ടിക്കടകളിൽ പോലും ഇപ്പോൾ ഗൂഗിൾ പേ ഊട്ടിയിൽ വർക്കിംഗ് ഉണ്ട്. അപ്പോൾ 6th മൈൽ വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം കുറച്ചും കൂടി മുന്നോട്ട് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ മാറിയിട്ടാണ് അടുത്ത പൈൻ ഫോറസ്റ്റ് ഉള്ളത്. പൈൻ ഫോറസ്റ്റ് ആണ് അടിപൊളിയാണ്. പൈൻ ഫോറസ്റ്റ് ഇറങ്ങിയിട്ട് താല് ചെറിയൊരു റിവറും കാര്യങ്ങളും ഹോഴ്സ് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതും എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 4-5 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഊട്ടിയിലെത്തിയിട്ട് നിങ്ങൾക്ക് ടൈം ബാക്കിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് ഗാർഡൻ പോവാം. അതുപോലെ തന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ എല്ലാം ഊട്ടിന്റെ സെന്ററിൽ തന്നെയാണ് വരുന്നത്. ഇനി ടീ ഫാക്ടറി 5 കിലോമീറ്റർ മാറിയിട്ടാണുള്ളത് ഊട്ടി സെന്ററിൽ നിന്നും. ടീ ഫാക്ടറി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുമ്പിലൊരു ടീ ഫാക്ടറി ഉണ്ടാവും. ചില സമയത്ത് അവിടുന്ന് മുമ്പിൽ ആൾ നിന്നിട്ട് ഫസ്റ്റത്തെ ടീ ഫാക്ടറിയിലേക്ക് കയറ്റി വിടും. പക്ഷേ രണ്ടാമത്തെ ടീ ഫാക്ടറിയിൽ പോയി കഴിഞ്ഞാലാണ് അടിപൊളി. അവിടുന്ന് 20 രൂപയ്ക്ക് എൻട്രൻസ് ചേർത്തിട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ ചായപ്പൊടി ഉണ്ടാക്കുന്ന പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. 20 രൂപക്ക് അവിടുന്ന് ടീ ഫാക്ടറിൻ്റെ ടീ ഉണ്ടാക്കുന്ന പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നല്ല അടിപൊളി ചായയും കിട്ടും. അവിടെ നിന്ന് തന്നെ നല്ല കിടിലം ചായപ്പൊടി വാങ്ങാൻ പറ്റും. തൊട്ടപ്പുറം തന്നെയായിട്ട് അതിൻ്റെ ചോക്ലേറ്റ് ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചോക്ലേറ്റ് ഫാക്ടറിയും കാണാം. നേരെ റൂമിലേക്ക് പോവുക, റൂം എടുക്കുക, എൻജോയ് ചെയ്യുക. അന്നത്തെ നൈറ്റ് സ്റ്റേ നല്ല അടിപൊളി വ്യൂ പോയിന്റിലൊക്കെ റൂം എടുക്കുക. അങ്ങനത്തെ റൂം വേണമെന്നുണ്ടെങ്കിൽ താഴെ മെസ്സേജൊക്കെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി നിങ്ങളെ ട്രിപ്പ് 2 ദിവസം 3 ദിവസം നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെയും നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് കാണാൻ. രണ്ടാമത്തെ സ്ഥലമാണ് ഏറ്റവും കിടിലൻ സ്ഥലം എന്ന് പറയുന്നത് കിന്നക്കോരൈ. ആ പോകുന്ന വഴിയാണ് അടിപൊളി. 55 കിലോമീറ്റർ ഉണ്ട്. മഞ്ചൂർ എന്ന് പറയുന്ന ഗ്രാമം, അത് കഴിഞ്ഞിട്ട് തൈശോല എന്ന് പറയുന്ന ഗ്രാമം, അത് കഴിഞ്ഞിട്ട് കിന്നക്കോരൈ എന്ന് പറയുന്ന ഗ്രാമം. പോകുന്ന വഴിയിൽ കിടിലം 4-5 ഹെയർബിന്നും കാര്യങ്ങളും ചുരമൊക്കെ കയറി ഇറങ്ങിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അവിടെയും പോവാം. എന്നിട്ട് റിട്ടേൺ റൂമിൽ വന്നിട്ട് റെസ്റ്റ് ചെയ്യാം. ഒരു ദിവസം എന്തായാലും ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി വരും. അടുത്ത 3ാമത്തെ സ്ഥലമാണ് നല്ല അടിപൊളി കോടനാട് എന്ന് പറയുന്ന സ്ഥലം. കൊത്തഗിരി വഴിയാണ് പോകേണ്ടത്. കോടനാടാണ് പഴയ നമ്മളെ മിനിസ്റ്റർ ജയലളിതൻ്റെ ഒക്കെ വീടും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതും കാണാൻ പറ്റും. കോടനാട് വ്യൂ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പോകുന്ന വഴിയിൽ ആദ്യം കൊത്തഗിരി വ്യൂ പോയിന്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കോടനാടുണ്ട്. അതുപോലെ തന്നെ പോകുന്ന വഴിയിലും 2-3 ടൂറിസ്റ്റ് ഏരിയകളുണ്ട്. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാം. ഒന്ന് നല്ല അടിപൊളി കാതറിംഗ് വാട്ടർഫോൾ കാണാം. അതുപോലെ തന്നെ ലാംസ് റോക്ക് കാണാം. ലാംസ് റോക്കും മറ്റ് കാതറിംഗ് വാട്ടർഫോളും കൊത്തഗിരിയിൽ നിന്നാണ് പോകേണ്ടത്. അതുപോലെ തന്നെ ഡോൾഫിൻ ഹൗസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പിന്നെ വരുന്ന വഴി തന്നെ നമ്മളെ ഊട്ടിയിൽ ഫസ്റ്റ് നിങ്ങൾ ദൊഡബെട്ട ഫോറസ്റ്റ് വേണം കാണാൻ. ദൊഡബെട്ട വ്യൂ പോയിന്റ് പോയിട്ട് നേരെ നിങ്ങൾ കോടനാട് പോവുക. കൊത്തഗിരി വ്യൂ പോയിന്റ് പോയിട്ട്
തിരിച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം ഗാദറിംഗ് വാട്ടർഫോൾ കാണുക, അല്ലെങ്കിൽ ലാംസ് റോക്കും ഡോൾഫിൻ നോസും അടുത്തടുത്ത് തന്നെയാണ്, അതും കാണാം. അത് നിങ്ങളെ ചോയ്സാണ്. അതും കൂടി കണ്ടിട്ട് നേരെ റൂമിലേക്ക് പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോയമ്പത്തൂർ പോയി പാലക്കാട് പോയി നാട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ പോവുക, അല്ലെങ്കിൽ തിരിച്ച് വന്നതുപോലെ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പോകാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അതും ഞാൻ എൻ്റെ ചാനലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്ത് കൂടാൻ മറക്കണ്ട. ഊട്ടിയിൽ നല്ല അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസിന് ആടുന്നുണ്ട്. അടുത്ത് ഇതുപോലുള്ള ട്രാവൽ ഇൻഫർമേഷൻ വീഡിയോസിൽ കാണുന്നതുവരേക്കും ഗുഡ് ബൈ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആവശ്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.